ഹായ്. അപ്പം നമ്മൾ യൂട്യൂബ് ചാനലിൻ്റെ ആദ്യത്തെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയി 1000 സബ്സ്ക്രൈബർ എന്നുള്ളത്. നമുക്കിപ്പോൾ 1080 സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബർക്കെല്ലാം താങ്ക് യു. അപ്പോൾ നമ്മളുടെ യഥാർത്ഥ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 1000 സബ്സ്ക്രൈബറും 4000 മണിക്കൂറാണ് വാച്ച് അവർ ഫുൾ മോണിറ്റൈസ് ആക്കണമെങ്കിൽ. പിന്നെ നമുക്ക് ഷോർട്സ് വഴിയാണെങ്കിൽ 10 മില്യൺ ഷോർട്ട് വ്യൂസ് വേണം. അങ്ങനെ പിന്നെ നമുക്ക് ഹാഫ് മോണിറ്റൈസും ചെയ്യാം. നമുക്ക് 500 സബ്സ്ക്രൈബറും അതിൽ 3000 മണിക്കൂർ വാച്ച് അവർ ലോങ് വീഡിയോയ്ക്ക് വേണം. 3 മില്യൺ ആണെങ്കിൽ ഷോർട്ട് വ്യൂസിൽ 3 മില്യൺ മതി. അപ്പോൾ നമുക്ക് ഇപ്പോൾ വാച്ച് അവർ ആയിട്ടുള്ളത് ലോങ് വീഡിയോ കൊണ്ട് നമുക്ക് അവിടെ 769 വാച്ച് അവറാണ് ആയിട്ടുള്ളത്. ഇനി 3000 സംതിങ് വേണം ഫുൾ മോണിറ്റൈസ് ആണെങ്കിൽ. ഹാഫ് മോണി ആണെങ്കിൽ 2000 സംതിങ് വേണം. അപ്പോൾ ബാക്കിയുള്ളവരെ കണ്ടാൽ മാത്രമേ നമുക്ക് അതിനുള്ള വാച്ച് അവർ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത്രയും ആൾക്കാരെ കണ്ടിട്ടുള്ളൂ. നമ്മൾ തുടങ്ങിയിട്ട് തന്നെ വർഷങ്ങളായി. അതിന് നമുക്ക് ശേഷം തുടങ്ങിയ ആൾക്കാർ വരെ മോണിറ്റൈസ് ചെയ്ത് ഓരോ മണി ഏൺ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇത് കൺസിസ്റ്റൻ്റ് ഇട്ടാൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ കുറച്ച് ദിവസം ഇടും, ചിലപ്പോൾ എന്തെങ്കിലും ഡിലേ വന്ന് നമ്മളത് ഇടും. ഒരാഴ്ച നമ്മൾ 2-3 വീഡിയോ ആണ് ഇടണമെങ്കിൽ അതേപോലെ അടുത്ത ആഴ്ച ഇടണം. ഇപ്പം നമ്മൾ ചിലപ്പോൾ ഒരു ദിവസം ഇടും, ചിലപ്പോൾ പിന്നെ മടിക്കും, പിന്നെ ഇടൂല. അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ഈ പ്രശ്നം. പക്ഷേ ഇപ്പം നമ്മൾ സ്ഥിരം ഇട്ട് വരുന്നുണ്ട്. സബ്സ്ക്രൈബർ കയറി പോകുമ്പോൾ നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മോട്ടിവേഷനാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ആൾക്കാർക്ക് ലൈക്ക് ചെയ്യാൻ ഭയങ്കര മടിയാണ്. അതുപോലെ കമൻറ്റ് ചെയ്യത്തില്ല, ഷെയർ ചെയ്യത്തില്ല. ഭയങ്കര ഇതാണ് ആൾക്കാർക്ക്. നല്ല വീഡിയോ ചെയ്താൽ മതി. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ആവശ്യമില്ല, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ നല്ല വീഡിയോയ്ക്ക് നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക, അത് കമൻറ്റ് ചെയ്യുക. അങ്ങനെയൊക്കെ ആകുമ്പോഴാണ്. അപ്പോൾ നമ്മൾ ഇന്ന് മടിച്ചിരിക്കുകയാണെങ്കിൽ പോലും ഇത് കാണുമ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ. അപ്പോൾ നമ്മൾ പിന്നെയും ചെയ്യും. അതുകൊണ്ടാണ് ഇപ്പോൾ 1000 സബ്സ്ക്രൈബർ ആയപ്പോൾ എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഇപ്പോൾ വീഡിയോസ് ഡെയിലി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ലോങ് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് റീൽസും കൂടി ഇട്ട് പോകുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് ചാനൽ മോണിറ്റൈസ് ചെയ്തെടുക്കണം എന്നാണ് ആഗ്രഹം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്കൊരു 10 മിനിറ്റ് വീഡിയോ ഇടുകയാണെങ്കിൽ നമ്മൾ കുറഞ്ഞത് ഒരു 5 മിനിറ്റ് കൂടുതൽ ആൾക്കാർ കണ്ടാൽ മാത്രമേ നമുക്ക് അതിനുള്ള വാച്ച് അവർ കയറത്തുള്ളൂ. ചിലവർ ചിലപ്പോൾ ക്ലിക്ക് ചെയ്തിട്ട് സ്ക്രോൾ ചെയ്ത് കണ്ടിട്ട് അങ്ങ് പോകും. അപ്പോൾ അതിന് നമുക്ക് അത്രയും വാച്ച് അവർ കയറത്തില്ല. അതാണ് മെയിൻ പ്രശ്നം. അപ്പോൾ നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് അവർ കണ്ടുപോകുമ്പോൾ അപ്പോൾ യൂട്യൂബിന് മനസ്സിലാവുക അവർ കാണുന്നുണ്ട്, ഇവരെ വീഡിയോയിൽ കണ്ടന്റ് ഉണ്ട്. നല്ല വീഡിയോസിന് കണ്ടാൽ മതി, ഇല്ലാത്ത വീഡിയോസ് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് വയ്ക്കുമോ, കുഴപ്പമില്ല. പക്ഷേ യൂട്യൂബിനെ പ്രത്യേകിച്ച് ഒരു പോളിസി ഉണ്ട്. പക്ഷേ ഇതിന് ഗൈഡ് ലൈൻസിന് നമ്മൾ വയലേറ്റ് ചെയ്യാൻ പാടില്ലതാണ്. പക്ഷേ ചിലർ ലൈവിൽ വന്നിരുന്ന ചുമ്മാ കിടന്ന് ചീത്ത വിളിക്കുക, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക, ചായ കുടിക്കുക, വേറെ കാര്യങ്ങൾ പറയുക. ഇതൊക്കെ എന്ത് ക്രൈറ്റീരിയ ആണ് യൂട്യൂബ് എടുക്കുന്നതെന്ന് അറിഞ്ഞൂടാ. ഇങ്ങനെ ചീത്ത വിളിക്കുന്നത്, വൾഗറായിട്ട് ഡ്രസ് ചെയ്ത് വന്നിരിക്കുക ലൈവുകളിൽ. ഇപ്പോൾ ചിലർ രാവിലെ ലൈവ് ചെയ്യും, നൈറ്റ് ലൈവ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ ആൾക്കാർക്ക് കണ്ടിരിക്കാനാണ് കൂടുതൽ. ഇത് പൊതുവേ നല്ല കണ്ടന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് വ്യൂസ് കുറവായിരിക്കും, ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ചുമ്മാ പോലെ ഇപ്പം പട്ടിയുടെ ഇടയ്ക്ക് പട്ടിയുടെയും കാക്കയുടെയും ഒക്കെ സൗണ്ട് കാണും. ഇപ്പം മൈക്കില്ലാത്തതുകൊണ്ടാണ് ഈ പ്രശ്നം. അപ്പം നിങ്ങളതൊന്ന് കേൾക്കുമ്പോൾ ക്ഷമിക്കുക. മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന സൗണ്ട് റെഡ്യൂസ് ചെയ്തിട്ടാണ് ഇതിൽ വീഡിയോ ഇടുന്നത്. അത് ഫുള്ളായിട്ട് നമ്മളെ ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് എന്തെങ്കിലും സോഫ്റ്റ്വെയർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യുക ഇതിൽ, ഈ വീഡിയോയിൽ. എനിക്കറിയത്തില്ല ഏതാണെന്ന്. നമ്മൾ മാക്സിമം ക്യാപ് കട്ടിൽ ചെയ്യുമ്പോൾ റെഡ്യൂസ് ചെയ്തിട്ടാണ് ഇടുന്നത്. എന്നാലും കാക്കയുടെ സൗണ്ടും അപ്പുറത്ത് പട്ടിയുടെ സൗണ്ടും കോഴിയുടെ സൗണ്ടൊക്കെയാണ് കേൾക്കുന്നത്. അത് വെട്ടത്തിൻ്റെ ഇതുകൊണ്ടാണ് അകത്ത് വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഇതാകുമ്പോൾ നാച്ചുറൽ ലൈറ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മൾ ജസ്റ്റ് ഒരു ഷോർട്സ് എടുക്കുന്നത്. അപ്പോൾ ഇതിൽ 15 തൊട്ട് 20 സെക്കൻഡ് വരെയാണ് ഷോർട്സ് ആണെങ്കിൽ പോലും അതിനുള്ള എഫേർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര എഫേർട്ടാണ്. നിങ്ങൾ കാണുമ്പോൾ അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് പോകും. പക്ഷേ അതിൻ്റെ പുറകെയുള്ള എഫേർട്ട് പറഞ്ഞാൽ ഭയങ്കര ഇതാണ്. അത് ഷൂട്ട് ചെയ്യണം, അതിൻ്റെ ആംഗിൾ വെച്ച് ഷൂട്ട് ചെയ്യണം. അപ്പോൾ അവർക്ക് ആ ഡയലോഗുകൾ കണ്ടുപിടിക്കണം, അവർ എഡിറ്റ് ചെയ്യണം, എന്നിട്ട് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ എന്നിട്ട് ചിലപ്പോൾ വ്യൂസ് പോകത്തില്ല. ചിലർ ഈ പറഞ്ഞ പോലെ ലൈക്കും കമൻറ്റും ഷെയറൊന്നും ചെയ്യത്തില്ല. അപ്പോൾ അവരുടെ അത് ഡെഡായി പോകും. ഈ ലോങ് വീഡിയോ ആയാലും അങ്ങനെ തന്നെ. അത്യാവശ്യം ഈ 8-10 മിനിറ്റ് 15 മിനിറ്റൊക്കെ വീഡിയോ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ലെങ്ത്ത്. അപ്പോൾ എഡിറ്റ് ചെയ്ത് വേണ്ടാത്ത ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ ഒരു അത്യാവശ്യം നല്ല ടൈം എടുക്കും. ഇപ്പോൾ ഫോണിലാണ് ചെയ്യുന്നത്, അതിൻ്റെ അത്യാവശ്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ഈ സ്ക്രോൾ ചെയ്ത് കട്ട് ചെയ്യാൻ എനിക്ക് തന്നെ ചെയ്യുമ്പോൾ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യാനൊക്കെ. നമ്മൾ ലാപ്പിലോ സിസ്റ്റത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് പിന്നെയും അത് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രമാത്രം ബുദ്ധിമുട്ടിയാണ് ഒരാൾ കണ്ടന്റ് എടുക്കുന്നത്. ഇപ്പോൾ ലോങ് വീഡിയോ ആണെങ്കിൽ അത്രയ്ക്കുള്ള സ്ക്രിപ്റ്റ് അയാൾ തയ്യാറാക്കണം. ആദ്യം എന്തൊക്കെയാണ് കാര്യങ്ങൾ പറയുന്നത്, എന്തൊക്കെ പോയിന്റ്സ് ആണ് വേണ്ടത്, ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആയിരിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞാണ് ആൾക്കാർ എടുക്കുന്നത്. അപ്പോൾ അത്രയും എടുക്കുന്ന ഇതിന് എഫേർട്ട് ഇടുന്ന ഇതിന് അപ്പോൾ അവർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ ആൾക്കാർ കാണത്തില്ല. ചിലർ ക്ലിക്കബിൾ തംബ്നെയിലായിരിക്കണം. ലൈവ് ചെയ്തിട്ട് ആൾക്കാർ പൈസ വാങ്ങുന്നുണ്ട്, മോണിറ്റൈസ് ചെയ്ത് പൈസ വാങ്ങുന്നുണ്ട്. എന്തൊരു ക്രൈറ്റീരിയ ആണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടോപ്പിക്, ചിലരുണ്ട് ടോപ്പിക് എടുത്ത് വെച്ച് സംസാരിക്കും. അതൊരു ന്യായമായിട്ടുള്ളൊരിത്. എന്തെങ്കിലും ഇപ്പം ഞാനൊരു ലൈവ് ചെയ്യുന്നു, അപ്പോൾ എനിക്ക് എന്തെങ്കിലും ടോപ്പിക്, ഒരു ദിവസം എന്തെങ്കിലും ടോപ്പിക് എടുത്താൽ ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ അതിലൊരു കാര്യമുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളെ ഐഡിയാസ് അങ്ങോട്ട് ഷെയർ ചെയ്യാനും അവരെ ഐഡിയാസ് ഇങ്ങോട്ട് ഷെയർ ചെയ്യാനും അതിനുള്ള ഒരു ഇതെന്ന് പറയാം. ഇത് കുറേ ബാക്ക് കമൻറ്റ്സ് വരും, അങ്ങോട്ട് കുറേ ചീത്ത വിളിക്കുക പബ്ലിക്കായിട്ട്.
ഇതൊക്കെ പിള്ളേർ കാണുമ്പോൾ അത് കണ്ട് വലിയ കുട്ടികളും വളരുന്നത്. ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ നിന്നാണ്, നമ്മളൊരു മുറിക്കകത്തുള്ളിൽ നിന്നാണ് വീഡിയോ ഇടണമെങ്കിൽ പോലും ഇത് വേൾഡ് വൈഡ് ആയിട്ടാണ് ആൾക്കാർ കാണുന്നത്. അപ്പോൾ എത്രയോ ആൾക്കാർ കാണുന്നുണ്ട്. ഇതൊരു കുട്ടി എടുത്ത് വെച്ചിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മൾ ഈ കിടന്ന് ചീത്ത വിളിക്കുന്നതും നമ്മൾ ഈ കാണുന്ന വൾഗാരിറ്റിയും ഇതെല്ലാം പിള്ളേർ കാണത്തില്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ കുട്ടികൾ നശിക്കുന്നത്? നമ്മൾ വരും തലമുറകളെ ഇങ്ങനെ നശിപ്പിക്കാനാണ് ഇടേണ്ടത്. ഒരു കണ്ടന്റ് ഇടുമ്പോൾ ഒന്നേ നമ്മൾ സമൂഹത്തിൽ നടക്കുന്ന എന്തെങ്കിലും ഒരു കാര്യമായിരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും കുറിച്ചുള്ള വിവരമുള്ള ഒരു കാര്യമായിരിക്കണം. അല്ലാതെ ഇത് ഒന്നുമില്ലാതെ ഡേ ഇൻ മൈ ലൈഫും കാണിച്ച് നമ്മൾ ചുമ്മാ ഇരുന്നുകൊണ്ട് അങ്ങോട്ട് കഥ പറഞ്ഞ് ഇങ്ങോട്ട് കഥ പറഞ്ഞ് ഇത് അവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ പറയുന്നത്. ഇപ്പോൾ ഈ ബാഡ് കമന്റ്സ് ചെയ്യുന്നവരും ഇപ്പോൾ കുറേ ബാഡ് കമന്റ് ഇടും. ഇവർ വന്ന് കിടന്ന് ഈ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് അതിനുള്ള വാച്ച് അവറാണ് കയറുന്നത്. അവർക്ക് പ്രശ്നമൊന്നുമില്ല, അവർ പിന്നെ ചുമ്മാ റിയാക്ട് ചെയ്യണം എന്നുള്ളത്. പക്ഷെ അവർക്ക് അറിയാം അവരെ വാച്ച് അവർ കയറും ഓട്ടോമാറ്റിക്. ഇത് കാണാനും ആൾക്കാരും ഉണ്ട്, അതാണ് മെയിൻ പ്രശ്നം. ഒരു കണ്ടന്റ് ചെയ്യുന്നവന്, നല്ല രീതിയിൽ കണ്ടന്റ് ചെയ്യണവന് വ്യൂസും കയറില്ല, ഒന്നും കഴിയില്ല. ഈ ഡേ ഇൻ മൈ ലൈഫ് കാണാനും അവരെ വീട്ടിൽ എന്തൊക്കെ ഇപ്പം ഒരാളുടെ വീട്ടിൽ ഒരു ഫാമിലി ഇഷ്യൂസ്, അതൊക്കെയാണ് ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള വരുന്നത്. ഒരാളുടെ വീട്ടിൽ എന്തൊക്കെ നടക്കുന്നു, ഒരു ഭർത്താവ് പിരിഞ്ഞോ, ഭാര്യ പിരിഞ്ഞോ, അടി നടക്കുന്നു, ഇതൊക്കെ അത് വെച്ച് ആൾക്കാർ പൈസ ഉണ്ടാക്കാണ്. എന്നിട്ട് കുറേ കഴിഞ്ഞിട്ട് പറയും ഇതൊക്കെ ഞങ്ങൾ ഫേക്കായിട്ട് പറഞ്ഞതാണ്, ഇതൊക്കെ ക്രിയേറ്റ് ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ കാണുന്ന ആൾക്കാർ മണ്ടന്മാരാവും. അതാണ് നല്ല കണ്ടന്റ് ചെയ്യുന്നവരെ പ്രൊമോട്ട് ചെയ്യുക, അല്ലാതെ ചുമ്മാതെ ഈ പണത്തിന് വേണ്ടി മാത്രം ഇങ്ങനെ ചെയ്യുന്നവരൊക്കെയാണ് പ്രത്യേകിച്ച് കാര്യം. നമുക്കിപ്പോൾ നമ്മളെന്തെങ്കിലും ഒരു മെമ്മറീസിന് നമ്മളൊരു വീഡിയോ ഇടും, ഇത് കുഴപ്പമില്ല. നമ്മളെന്തെങ്കിലും ഇപ്പോൾ ഒരു ടൂർ പോകുന്നു, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഇതൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഇടണമെങ്കിൽ കുഴപ്പമില്ല. ഇത് ചുമ്മാ വീട്ടിൽ ഇരുന്ന് കഴിക്കണതും ഇതൊക്കെ വല്ലപ്പോഴായിരിക്കും ഒരു വീഡിയോ ഇടുന്നതിന് പ്രശ്നമില്ല. ഡെയിൻമേൽ ഇത് ചിലർ സ്ഥിരമായിട്ട് ഇടുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ വഴി കുറേ പേര് പൈസ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ലക്ഷങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നുണ്ടെന്നും കേൾക്കുന്നു. ചിലർക്ക് നമ്മൾ കാണുമ്പോൾ അറിയാൻ പറ്റും നല്ല വീഡിയോ ആയിരിക്കും, പക്ഷേ അവർക്ക് വ്യൂസോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല. ചിലർക്ക് വേണ്ടാത്ത ആൾക്കാർക്ക് ചുമ്മാ സബ്സ്ക്രൈബറും വ്യൂസും അവർ ലക്ഷങ്ങളും ഇങ്ങനെയൊക്കെ സമ്പാദിച്ച് അവർ ഓരോ കാര്യങ്ങൾ വാങ്ങുകയും ചെയ്യും ഇതായിട്ട്. എന്നിട്ട് പറയും നിങ്ങൾക്ക് ഗീവ് അവേ ഉണ്ട്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയും കുറേ സബ്സ്ക്രൈബറും കുറേ ഇതൊക്കെ ആൾക്കാർ വാങ്ങുന്നുണ്ട്. ഒരു ജിമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ളത്. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിലും വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അതിൽ ചെയ്യുന്ന നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യും. ഇപ്പം ഞാനാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഈ യൂട്യൂബിൽ പറയുന്നതാണെങ്കിലും, നമ്മൾ ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളാണെങ്കിലും, ഇപ്പോൾ സ്വിഗ്ഗിയിലെ കാര്യങ്ങളാണെങ്കിലും, ഇപ്പോൾ നമ്മൾ റീൽസ് ചെയ്യുന്ന, അത് നമുക്ക് ഡാൻസ് കളിക്കാനാണെങ്കിലും, നമ്മളൊരു സ്കിറ്റ് ചെയ്യാനാണെങ്കിലും നമുക്കത് ഇഷ്ടം കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്കൊരു മെമ്മറീസാണ്. നമുക്ക് നാളെ ഒരു കാലത്ത് അത് എടുത്ത് നോക്കുമ്പോൾ നമുക്കൊരു മെമ്മറി, നമ്മളിങ്ങനെയൊക്കെ ആയിരുന്നു. ഇതൊക്കെ കാണാൻ നമുക്ക് ഇഷ്ടം കൊണ്ടാണ് നമ്മളെ തന്നെ നമ്മളെ പഴയ വീഡിയോസ് ഞാൻ എടുത്ത് വെച്ച് കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു മെമ്മറി ആയിരിക്കും നാളെ ഒരു കാലത്ത്. ഇപ്പോൾ നിങ്ങൾക്ക് ആൾക്കാർ എവിടെ വേണമെങ്കിലും നിങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റുന്നത്. എല്ലാവരും ആദ്യം ചെറുതിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. ഇപ്പോൾ വലിയ യൂട്യൂബേഴ്സ്, നമ്മൾ ഈ കാണുന്ന യൂട്യൂബേഴ്സ് ആണെങ്കിലും മൂവിയിൽ കയറിയ ആൾക്കാരാണെങ്കിലും എല്ലാവരും ചെറിയ യൂട്യൂബ് വീഡിയോസ് ഇട്ട് തന്നെയാണ് ആൾക്കാർ കയറിയത്. റീൽസ് ആണെങ്കിലും ലോങ് വീഡിയോസ് ആണെങ്കിലും എല്ലാം ഇട്ട് കഷ്ടപ്പെടാതെ ആർക്കും ഒന്നും കിട്ടത്തില്ല. നമുക്ക് കാണുമ്പോൾ ഇതോ യൂട്യൂബേഴ്സ് അല്ലേ ഭയങ്കര എളുപ്പമില്ലേ കാര്യങ്ങൾ ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് അത്രയ്ക്ക് എഫേർട്ട് ഇട്ടിട്ട് തന്നെയാണ് അവർ പൈസ ഉണ്ടാക്കുന്നത്. അല്ല ചുമ്മാ ഞാൻ ഈ പറഞ്ഞ പോലെ ചില ആൾക്കാർ ചുമ്മാ ഒരു എഫേർട്ട് വിടാതെ ഇങ്ങനെയൊക്കെ കുറേ കോപ്രായങ്ങൾ കാണിച്ചിട്ട് കുറേ വന്ന് ഇങ്ങനെ കിടന്ന് വിളിച്ചിട്ടും അങ്ങനെ പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരും ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കൂടുതൽ ആൾക്കാരും എഫേർട്ട് ഇട്ട് തന്നെയാണ് പൈസ ഉണ്ടാക്കുന്നത്. അത് നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ ഈ ബാക്കിയുള്ളവർ ചീത്ത വിളിക്കുമ്പോഴോ, നമ്മൾ ഈ ഇങ്ങനെ ഇത് ചെയ്ത് റിജക്ട് ചെയ്ത് ആൾക്കാരെ പരിഹസിക്കുമ്പോഴോ, നമ്മളൊരു വീഡിയോയും നമ്മൾ ചെയ്ത് നോക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ എഫേർട്ടും നമുക്ക് എന്തുമാത്രം നമുക്ക് അത് സങ്കടം ഉണ്ടാവും എന്നൊക്കെ നമ്മൾ ചിന്തിക്കണമെങ്കിൽ നമ്മൾ ആ വീഡിയോ ചെയ്ത് നോക്കണം. നമുക്കിപ്പോൾ ഒരാളെ കളിയാക്കാൻ വലിയ കഴിവ് കാര്യങ്ങളൊന്നും വേണ്ട. നമുക്ക് അതും സോഷ്യൽ മീഡിയ ആകുമ്പോൾ പ്രത്യേകിച്ച് വേണ്ട. നമുക്ക് എന്ത് വേണമെങ്കിലും അടിച്ച് ടൈപ്പ് ചെയ്ത് വിടാന്നുള്ളത്. നമ്മളെ മുഖം കാണുന്നില്ല, ആരും ഒന്നും കാണുന്നില്ല, എന്ത് വേണമെങ്കിലും ചെയ്യാന്നുള്ളത്. നമ്മളൊരു മൊബൈൽ എടുത്തിട്ട് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്ത് നോക്കണം. നമ്മളെ വീഡിയോ അത് സംസാരിക്കാൻ തന്നെ ഒരു കഴിവ് വേണം. ഏതൊരു വീഡിയോ ചെയ്യുന്ന ആളാണെങ്കിലും അവർ ഫസ്റ്റ് വീഡിയോസ് എടുത്തു നോക്കി അറിയാൻ പറ്റും. ഇപ്പം നമ്മളെ വീഡിയോസ് ആണെങ്കിലും എടുത്തു നോക്കുമ്പോൾ അറിയാൻ പറ്റും. അത് നമുക്ക് അതിനുള്ള ഒരു തെറ്റുകൾ നമുക്ക് മനസ്സിലാവും. നമ്മൾ ക്യാമറ നോക്കി സംസാരിക്കണം, നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാം സെറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് സംസാരിക്കാൻ. അപ്പം അങ്ങനത്തെ പല തെറ്റുകൾ സംഭവിക്കുക. അപ്പോൾ പല കാര്യങ്ങളുണ്ട്. നമ്മൾ കാണുമ്പോൾ നിസ്സാരം എളുപ്പമാണെന്നൊക്കെ ചിന്തിക്കും. പക്ഷേ നല്ല ചിലർ പാദയാത്രയൊക്കെ ഇരുന്ന് എഡിറ്റ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും അവർ ചിലപ്പോൾ വീഡിയോ എടുക്കുന്നവരെ 1 മണിക്ക് 2 മണിക്കൊക്കെ ഇരുന്ന് വീഡിയോ എടുത്തിട്ട് എഡിറ്റ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ആൾക്കാർ കിടന്നുറക്കുന്നത്. അപ്പം ഇതിന് പുറമേ അത്രയ്ക്കുള്ള എഫേർട്ട് ഉണ്ട് ആൾക്കാർ. എന്തെങ്കിലും കോപ്പിറൈറ്റ് ഉള്ള സോങ് പോലെ ഇട്ട് അപ്പം റിജക്ട് ചെയ്ത് കളയും, ആ സൗണ്ട് റിമൂവ് ചെയ്ത് കളയും. അപ്പം അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങനെ കാണിക്കുന്നതിനൊന്നും ഒരു പ്രശ്നവുമില്ല. 1-2 പ്രാവശ്യം വാണിംഗ് കൊടുത്തു കഴിഞ്ഞാൽ പെർമനൻ്റ്ലി എന്തോ നമ്മളെ ടെർമിനേറ്റ് ചെയ്ത് കളയും യൂട്യൂബ് തന്നെ. ഇപ്പോൾ മോണിറ്റൈസ് ആയാലും നമുക്ക് അവർ പറയുന്ന ക്രൈറ്റീരിയ ഗൈഡ്ലൈൻസ് ഫോളോ ചെയ്ത് ജീവിതകാലം മൊത്തം ഫോളോ ചെയ്ത് പോയാൽ മണി ഏൺ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എത്ര വലിയ ചാനലാണെങ്കിലും അവർ ടെർമിനേറ്റ് ചെയ്ത് കളയും. അപ്പോൾ അവരുടെ പോളിസിക്ക് എതിരെയാണെങ്കിൽ അവർ ടെർമിനേറ്റ് ചെയ്ത് കളയും.
ഇങ്ങനെ കുറേ കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഒരാൾ യൂട്യൂബിൽ ഒരു വീഡിയോ ഇടുന്നത്. ചിലർ ജോലിക്ക് പോയിട്ട് വൈകിട്ട് വന്നിട്ടൊക്കെ ആയിരിക്കും വീഡിയോ ചെയ്യുന്നത്. അവരുടെ നല്ല സമയങ്ങൾ കളഞ്ഞിട്ടായിരിക്കും അവർ അതിന് വേണ്ടി വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യുമ്പോൾ അതിനുള്ള എഫേർട്ട് അവർക്ക് കിട്ടിയില്ലെങ്കിൽ അവർക്ക് ആദ്യം തന്നെ അവർക്ക് പൈസ കിട്ടുന്നതല്ല കാര്യം, അവർക്ക് അതിൽ വ്യൂസും മറ്റേ ലൈക്സും കമൻറ്റൊന്നും കിട്ടാതിരിക്കുമ്പോൾ തന്നെ അവർക്ക് ഡിസ്പ്ലേ പോയി. നല്ല എഫേർട്ട് ഇട്ട് ഇടുന്ന വീഡിയോസിനൊന്നും വ്യൂസും കയറില്ല. പക്ഷെ നമ്മൾ എന്തെങ്കിലും തട്ടിക്കൂട്ടി ചിലപ്പോൾ ഇടുന്ന വീഡിയോസിന് ചിലപ്പോൾ നല്ല കയറി പോകണം. അങ്ങനെ കണ്ടിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും തുടങ്ങാം, ആർക്ക് വേണമെങ്കിലും നമുക്ക് പൈസ ഏൺ ചെയ്യാം. പക്ഷെ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇട്ട് പോവുക നിങ്ങൾ സ്ഥിരം. പക്ഷെ ആദ്യമേ നിങ്ങൾ വീഡിയോ എടുത്തു വെച്ചിട്ട് വേണം ഈ ചാനൽ തുടങ്ങണമായിരിക്കും നല്ലത്. പിന്നെ പൊതുവേ ഒരു ഇതെന്ന് പറയുന്നത് ആദ്യം ഒരു വീഡിയോ ഇടും, പിന്നെ 2 വീഡിയോ ഇടും, പിന്നെ 3ൻ്റെ ഒന്നും കാണത്തില്ല, പിന്നെ കുറേ ദിവസം കഴിഞ്ഞായിരിക്കും വീഡിയോ ഇടുന്നത്. അപ്പോൾ യൂട്യൂബ് ഓട്ടോമാറ്റിക് പ്രൊമോട്ട് ചെയ്യില്ല. നമ്മളിപ്പോൾ ഒരു ജോലിക്ക് പോയാൽ നമ്മൾ സ്ഥിരം ജോലിക്ക് പോയാലല്ലേ ആൾക്കാർ നമ്മൾ ഇതാവുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് പറഞ്ഞു വിടില്ലേ. അതുപോലെ തന്നെയാണ് യൂട്യൂബ്. നമ്മൾ സ്ഥിരം വീഡിയോ ഇട്ട് പോയാൽ ചിലരുണ്ട് നമ്മൾ സ്ഥിരം വീഡിയോ ഇട്ട് പോകുന്നതിൽ അതിൻ്റെ ഒരു ബെനിഫിറ്റും ഉണ്ട്. പക്ഷേ നമ്മൾ വല്ലപ്പോഴും ആയിരിക്കും ഇട്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും മോണിറ്റൈസും ആകത്തില്ല, ഒരിക്കലും നമുക്ക് മണി ഏൺ ചെയ്യാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതൊക്കെയാണ് യൂട്യൂബിലെ കുറേ കാര്യങ്ങൾ. അപ്പോൾ ഓക്കെ ബൈ, നമുക്ക് അടുത്ത വീഡിയോ കാണാം.